ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. പാചകം എന്നുള്ളത് ദഹനത്തിലേക്കുള്ള നമുക്കറിയാവുന്ന ആദ്യ വഴിയാണ്. ലഘുവായി പചനം ചെയ്യിപ്പിക്കുന്നതാണ് പാചകം. അപ്പോ ഈ ദഹനത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന എന്ന രീതിയിൽ പാചകമില്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന രീതിയിൽ കരുതുന്ന നമുക്ക് ദഹനകാര്യത്തിൽ പാചകത്തിന്റെ പങ്കെന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: കുക്കിംഗ് അഫക്ട്സ് digestion by easing intake but increasing assimilation load more. പാചകവും ദഹനവും. പച്ചയായ ഭക്ഷണം എൻസൈമുകളെയും ജലാംശത്തെയും പ്രാണശക്തിയെയും നിലനിർത്തി വേഗത്തിലുള്ള ആഗിരണത്തിനും മെച്ചപ്പെട്ട വിസർജനത്തിനും സഹായിക്കുന്നു. എന്നാൽ ധാന്യങ്ങളെ പ്രധാന ഭക്ഷണമായി സ്വീകരിച്ചപ്പോൾ കടുപ്പമേറിയ ധാന്യങ്ങളെ മൃദുവാക്കാൻ പാചകം സഹായിച്ചു. ചൂട് ഭക്ഷണഘടനയെ തകർക്കുകയും ചവച്ചരയ്ക്കാനും ഇറക്കാനും എളുപ്പമാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തിന്റെ ആദ്യഘട്ടത്തെ സഹായിക്കുന്നുവെങ്കിലും സ്വാഭാവിക എൻസൈമുകളും ആന്റി ഓക്സിഡന്റുകളും നഷ്ടപ്പെടുകയും പോഷകാകിരണം ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആകിരണ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാചകം ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചൈതന്യം കുറഞ്ഞ ജീവഘടന നഷ്ടമായ ജൈവികമല്ലാത്ത പുതിയ സാകല്യാവസ്ഥയെ ചെറുകുടലിന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ദഹനം അനുചിതമായി വീക്കത്തിനും വിവിധ ഉപാപചയ തകരാറുകൾക്കും കാരണമാകുന്നു. പാചകം ചെയ്ത ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശരീരം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്നതിനാൽ ശരീരത്തിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കുകയും മാലിന്യ വിസർജനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. കുറഞ്ഞ വിഭവങ്ങൾ ചേർന്ന പാചകമാണ് കൂടുതൽ നല്ലത്. ചേരുവകൾ കുറയ്ക്കുന്നതാണ് ദഹനത്തിന്റെ ആയാസം കുറയ്ക്കുന്നു. പാചകം മൃതമാക്കിയ ഭക്ഷണത്തെ പൂർണ്ണ മൃതഭാഗം മുമ്പ് കഴിക്കുന്നതാണ് ഉചിതം. ദഹനശേഷി കുറഞ്ഞവർക്കും കഠിനമായ കാലാവസ്ഥയിലുള്ളവർക്കും പാചകം ചെയ്ത ഭക്ഷണം അനുയോജ്യമാണ്. ദഹനശേഷിക്കനുസരിച്ച് ഭക്ഷണ രീതി തെരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിപരമായ രീതി. പറയാൻ ഒരുപാടുണ്ടെങ്കിലും പറയാനുള്ള കുറെ കാര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്കറിയാം, പച്ചയായ ഭക്ഷണം ഈ മനുഷ്യനുണ്ടായ കാലത്ത്, പ്രകൃതി നമ്മളെ ഉരുവാക്കിയ കാലത്തെ ഒരു ഘടന വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് അന്ന് പാചകമില്ല, അടുപ്പില്ല, സാങ്കേതിക വിദ്യകളൊന്നുമില്ല. അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ ശരീരം ഉണ്ടായി. ആ ശരീരത്തിന്റെ ഭാഗത്തിലുള്ള ഭക്ഷ്യങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു. നേരെ തിരിച്ചാണ് പറഞ്ഞത്, ഭക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭക്ഷ്യങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് അത് തിന്നാനുള്ള ജീവി ഉണ്ടായി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതം. അപ്പോ കിട്ടുന്ന ഭക്ഷണം എന്നുള്ളത് പച്ചക്കാണ്. അത് നമ്മൾ പാചകം ചെയ്തല്ല കഴിക്കുന്നത്. അപ്പൊ പച്ചക്കുള്ള ഭക്ഷണം എങ്ങനെയാണോ അത് ഹോൾസമാണ്, അത് സമഗ്രമായ ഒരു സംവിധാനമാണ്. ആ സമഗ്ര സംവിധാനത്തെ ഭക്ഷിക്കുമ്പോൾ അതിനകത്ത് ഇതകത്ത് എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന എൻസൈമുകളുണ്ട്, ജലാംശമുണ്ട്, അതിനകത്ത് പ്രാണശക്തിയുണ്ട്, ഈ ജീവനെ നിലനിർത്തുന്ന ആ സമഗ്ര ചലനാത്മകതയുണ്ട്. ഇതിനെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. ഇവയെല്ലാം എങ്ങനെയാണോ ഭക്ഷണത്തിന്റെ ഘടന അതിനെ തകർക്കാതെ നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് വേഗത്തിൽ അതിനെ ആഗിരണം ചെയ്യാൻ കഴിയും. അത് നല്ല രീതിയിൽ കയറി ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും, വിസർജിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ പച്ചയായ ഭക്ഷണം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വാഭാവിക ഭക്ഷണത്തിന് പകരം നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പുല്ലിലൊക്കെ വളരുന്ന ചെറിയ സാധനങ്ങളെ മാസീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ കൃഷി എന്നുള്ള പ്രക്രിയ തുടങ്ങിയിട്ട് ധാന്യകൃഷി തുടങ്ങി ധാന്യങ്ങളെ പ്രധാന ഭക്ഷണമായി സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ധാന്യങ്ങൾ നമുക്ക് അത്ര ഈസി ആയിട്ട് ദഹിക്കുന്നതല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഇടയിൽ എപ്പോഴോ നമ്മൾ തീ കണ്ടുപിടിച്ചു, പാചകം കണ്ടുപിടിച്ചു, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അപ്പോ ആ കാലത്താണ് ഈ ധാന്യങ്ങളെ മൃദുവാക്കാൻ പാചകം സഹായിക്കുന്നത് കൃത്യമായിട്ട് കണ്ടത്. പാചകത്തിന്റെ തുടക്കം ഇവിടെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. പാചകത്തിന്റെ തുടക്കം മറ്റെങ്ങോ ഒക്കെ ആയിരിക്കാം, അല്ലെ മറ്റേതോ സംവിധാനത്തിലായിരിക്കാം. എന്താണെങ്കിലും ധാന്യം ലോകമെമ്പാടും ധാന്യാഹാരത്തിലൂടെയാണ് നമ്മൾ പാചകം ചെയ്ത ഭക്ഷണത്തിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മാംസാഹാരം ആണ് ആദ്യം കണ്ടത്, പിന്നെ മാംസാഹാരം ചുട്ടു തിന്നു എന്നൊക്കെ ഉള്ള കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ധാന്യാഹാരത്തിലൂടെയാണ് നമ്മൾ ഈ പാചകം ചെയ്ത ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കിയത്.
അപ്പൊ ഈ പാചകം ചെയ്യുന്ന സമയത്ത് ഈ ധാന്യങ്ങളെ കഴിക്കാൻ എളുപ്പമാണ്. ചൂട് അതിന്റെ ആ കഠിനമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ തകർക്കും. കഠിനമായി ഇങ്ങനെ കട്ടിയായി നിൽക്കുന്ന സ്ട്രോങ് സ്ട്രക്ചറിനെ തകർക്കും. ചവച്ചരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോ സ്മൂത്തായി വരും. ഇറക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ചൂടാക്കിയ ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കുന്നത് എളുപ്പമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ദഹനത്തിന്റെ ആദ്യഘട്ടത്തിൽ അതൊക്കെയാണ്. പക്ഷേ അതില് സ്വാഭാവിക എൻസൈമുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചൂടാക്കുന്നതിനോടുകൂടി അതിന്റെ ജൈവ സമഗ്രത, ഘടനാ സമഗ്രത അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നതിലൂടെ അതിലെ സ്വാഭാവിക എൻസൈമുകൾ മരിച്ചു പോകും, അല്ലെങ്കിൽ അതിന്റെ ഘടന നഷ്ടപ്പെട്ടു പോകും, ആന്റി ഓക്സിഡൻസ് ഇല്ലാതെ പോകും. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവയാണ് ഈ പോഷകത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോഷകങ്ങളുടെ ആഗിരണത്തിന്റെ ഭാരം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതായത് ഉള്ളിലേക്ക് ചെല്ലാൻ എളുപ്പമാണ്, പക്ഷെ അവിടെ നിന്ന് ആഗിരണം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആഗിരണം സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ശൂന്യമാക്കൽ പ്രക്രിയ, ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് എന്നുള്ള പ്രോസസ്സ് വളരെ സ്ലോ ആവും. ഇത് ശരീരത്തിന്റെ വിസർജന പ്രക്രിയയെ മന്ദീഭവിപ്പിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പാചകം ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചൈതന്യം കുറഞ്ഞ, ജീവഘടന നഷ്ടമായ, ജൈവികമല്ലാത്ത പുതിയ സാകല്യാവസ്ഥ, അതെന്താണിത്? നമ്മളിപ്പോ സാമ്പാർ ഉണ്ടാക്കണമെന്ന് കരുതുക. അപ്പൊ പാചകം ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ഘടകങ്ങളെ എല്ലാം വേർതിരിച്ചിട്ട് അതിനെ ഇട്ട് തിളപ്പിച്ച് അതിന്റെ ജീവാംശം നഷ്ടപ്പെടുത്തുന്നു. ആ ജീവഘടന, അതിന്റെ ബയോസ്ട്രക്ചർ നഷ്ടമാകുന്നു, അതിലെ ജൈവാംശം നഷ്ടമാകുന്നു. എന്നിട്ട് അത് എല്ലാം കൂടെ ചേർന്നിട്ട് പുതിയൊരു ഘടനയിലേക്ക് പോകുന്നു, പുതിയ സാകല്യാവസ്ഥയിലേക്ക്, ന്യൂ ബയോട്ടിക് ഹോൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ആ പുതിയ ബയോട്ടിക് ഹോൾനെസ് അല്ലെങ്കിൽ പുതിയ സാകല്യാവസ്ഥ ചെറുകുടലിന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഇത് എന്ത് സമഗ്രതയും കൊണ്ടാണ് ഈ വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോ അങ്ങനെ അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പുതിയ ഫുഡ് ചെറിയ കുട്ടികൾക്ക് കൊടുത്തു നോക്കിയാൽ മനസ്സിലാവും. അവരെ ഉടനെ ആശുപത്രി കൊണ്ടുപോയി. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോ പ്രായപൂർത്തിയായ അയാൾ സ്ഥിരം ശീലിക്കുന്ന ഒരാൾക്ക് സാമ്പാർ കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അയാൾ ദിവസവും കഴിച്ച് ശരീരത്തിന് അത് തിരിച്ചറിയാൻ തുടങ്ങി. ഇതാണ് സാധനം, ഇത് ഈ രൂപത്തിലേ വരുള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോ സാധാരണ രീതിയിൽ ഈ പുതിയ സാകല്യാവസ്ഥ ചെറുകുടലിന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതിന് ദഹനം അനുചിതമായി മാറും. ഉചിതമായ രീതിയിൽ നടക്കില്ല. ഇത് പ്രധാനമായിട്ടും വീക്കത്തിന് കാരണമാകും. ഇൻഫ്ലമേഷൻ എന്നുള്ള കാര്യത്തിന് കാരണമാകും. ഇൻഫ്ലമേഷൻ എന്നുള്ളത് കുടലിനകത്തെ വീക്കം മാത്രമല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐറ്റിസ് എന്നുള്ള രീതിയിൽ വരുന്ന രോഗങ്ങളുടെ ഒരു ട്രിഗർ ആയിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിലെ പഴുപ്പിന്റെ അംശം നല്ലപോലെ കൂടുകയും ലിംഫിലൂടെയുള്ള പ്രവാഹം കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ വീക്കത്തിനുള്ള സാധ്യത വളരെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന്. രണ്ടാമത്, ഇത് ശരീരമെമ്പാടും സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് മെറ്റാബോളിക് ഡിസോർഡറിനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ന്യൂ ബയോട്ടിക് ഹോൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് ശരീരത്തിന്റെ മെറ്റാബോളിക് ഡിസോർഡറിന് കാരണമാകും. ഇത് നിരന്തരം കഴിച്ചു വരുന്നു എന്നിരിക്കട്ടെ, അത് തന്നെ ആ ഡിസോർഡേഡ് സ്ട്രക്ചർ തന്നെ നമ്മുടെ ശരീരമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ നിന്നാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ തുടങ്ങുന്നത്. അപ്പോൾ പാചകം ചെയ്ത ഭക്ഷണം നിരന്തരം കഴിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലേക്ക് ചെല്ലുന്ന ഒരു ന്യൂ ബയോട്ടിക് സ്ട്രക്ചർ ആണ് ഈ പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോ പാചകം ചെയ്ത ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശരീരം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും എന്നതിനാൽ ശരീരത്തിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കും. അതുപോലെ തന്നെ മാലിന്യ വിസർജനം മന്ദഗതിയിലാകും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പാചകം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിഭവങ്ങൾ ചേർന്ന പാചകമാണ് നല്ലത്. ഒരു കാര്യം മാത്രമാണ് വേവിച്ച് കഴിക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. ഒന്നിലധികം സാധനങ്ങൾ ചേർത്ത് കഴിക്കുന്ന സമയത്ത് കറി ഈസ് വറി എന്ന് പറയുന്നത് കേട്ടില്ലേ? കറി എന്ന് പറയുന്നത് ഒന്നിലധികം ഐറ്റംസ്, അതിന്റെ സ്പൈസും സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വേവിക്കുന്നതാണ്.
വേവിക്കുക മാത്രമല്ല, നമ്മൾ പല അരപ്പുകളും പലതും ചേർത്ത് അതിന് രൂപപരിണാമം വരുത്തി മറ്റൊരു രൂപത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോ കുറഞ്ഞ വിഭവങ്ങൾ ചേർന്ന പാചകമാണ് ഏറ്റവും നല്ലത്. നല്ലതെന്ന് പറയുമ്പോൾ പാചകം നല്ലത് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ആപേക്ഷികമായി നല്ലത്. പിന്നെ ചേരുവകൾ കുറയ്ക്കുന്നത് ദഹനത്തിന്റെ ആയാസം കുറയ്ക്കുന്നു. എത്രത്തോളം ചേരുവ കുറയ്ക്കുന്നു? ഇപ്പോ ഉദാഹരണത്തിന് അവിയൽ ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ. അവിയലിന് ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഒരു 8-10 പച്ചക്കറി കഷ്ണം ഇടും. തേങ്ങ, ജീരകം, കറിവേപ്പില, പച്ചമുളക്, ചിലർ ഇഞ്ചി ഇടും, ചിലർ ഉള്ളി ഇടും. അപ്പോൾ പച്ചക്കറികളും ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് ഏറ്റവും ലളിതമായ ഭക്ഷണമാണെന്ന് പറയുന്ന അവിയലിന് പോലും 10-12 ഐറ്റംസ് അതിനകത്തുണ്ട്. അപ്പോ ഇത്തരത്തിലൊരു കറി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡൈജസ്റ്റീവ് ലോഡ് കൂടുതലാണ്. പക്ഷെ അവിയൽ കഴിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, അവിയലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പച്ചക്കറികളാണ്. പച്ചക്കറികൾ ദഹനത്തിന് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ ഇവയെല്ലാട്ടും വേവിക്കുന്ന സമയത്തും ഇവ ശരീരത്തിന് സ്വീകരിക്കുമ്പോൾ ഒട്ടേറെ സാധനങ്ങൾ ഉള്ള പോലെയല്ല, ഒരൊറ്റ വസ്തുവായിട്ട് സ്വീകരിക്കാൻ അവയുടെ ഏകീകൃത രൂപത്തെ, ആ ന്യൂ ബയോട്ടിക് ഹോൾനെസ്സിനെ ഒരു പുതിയ സ്വീകാര്യമായ സംവിധാനമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ അവിയൽ പോലുള്ള പച്ചക്കറികൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിക്കാത്തത്, ശരീരത്തിന് വളരെയധികം സിംപ്ലിസിറ്റി തരുന്നത്. ഇതേ സാധനം ഒരു ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് രോഗം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ശരീരത്തിന് ദഹിക്കാൻ പാകത്തിലല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ചേരുവകൾ കുറയ്ക്കുന്നു, ദഹനത്തിന്റെ ആയാസം കുറയ്ക്കുന്നു. എത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഇപ്പോ തോരൻ ഉണ്ടാക്കുന്നു, തോരൻ ഒരു 2-3 വിഭവങ്ങൾ അതിന്റെ കൂടെ 2-3 വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ മറ്റേ ബീൻസ്, പിന്നെ ക്യാരറ്റ്, അതുപോലെ 2-3 സാധനങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അവയുടെ കൂടെ അത് ഇട്ട് തിളപ്പിച്ച് അതിന്റെ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിന്റെ കൂടെ കുറച്ച് മുളക് പൊടി ഒഴിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കുമ്പോഴേക്കും, അതായത് ജീവനറ്റ സാധനങ്ങൾ അറ്റ സാധനങ്ങൾ അതിന്റെ കൂടെ ചേർക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന പുലിവാലുകൾ കൂടുതലാണ്. അപ്പോൾ ഇവ വിഭവങ്ങളുടെ എണ്ണം കൂട്ടുന്നു. അപ്പോ ചേരുവകൾ കുറയ്ക്കുന്നത് ദഹനത്തിന്റെ ആയാസം കുറയ്ക്കും. അപ്പൊ എണ്ണം നമുക്ക് കുറയ്ക്കുക, ചേരുവകളുടെ എണ്ണം കുറയ്ക്കുന്നത് നമ്മുടെ ദഹനത്തിന്റെ ആയാസം കുറയ്ക്കും. പിന്നെ പാചകം മൃതമാക്കിയ ഭക്ഷണത്തെ പൂർണ്ണമൃതമാകും മുമ്പ് കഴിക്കുന്നതാണ് ഉചിതം. എന്നാണ് ഈ പാചകം മൃതമാക്കിയ ഭക്ഷണം എന്ന് പറയുന്നത്. പാചകത്തിലൂടെ എന്താ ഉണ്ടാവുക? മൃതമാവുകയാണ് ചെയ്യുക, അല്ലെ? ഭക്ഷണം മൃതമാവുകയാണ് ചെയ്യുക. പാചകത്തിലൂടെ ഭക്ഷണം മൃതമാകും. അപ്പോ ആ ഭക്ഷണം അതിന്റെ പൂർണ്ണ മൃതമാക്കൽ, പൂർണ്ണ മരണത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ചു സമയമെടുക്കും. 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ സമയമൊക്കെ എടുക്കും. ഇത് മുഴുവൻ കഴിയുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് നല്ലത്. അതായത് പാചകം ചെയ്തു കഴിഞ്ഞാൽ അധിക സമയം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കഴിക്കുക. അതിനു മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതിന്റെ ജൈവാംശം നമുക്ക് കിട്ടും. അതല്ല, പാചകം ചെയ്ത സാധനത്തെ നമ്മൾ കൂടുതൽ വൈകിയാണ് കഴിക്കുന്നതെങ്കിൽ, പാചകം ചെയ്ത ഭക്ഷണത്തെ കൂടുതൽ വൈകിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് 100% മൃതമാണ്. അത് ശരീരത്തിന് അജൈവമായ പല സ്വഭാവവും പരിചയപ്പെടുത്തും. നമ്മളിപ്പോ പലപ്പോഴും ഈ രാവിലെ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ, രാവിലെ ഒരു 8 മണിക്ക് ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒരു 9 മണി 10 മണി വരെ കഴിക്കാം നമുക്ക്. ഓക്കെ, കുഴപ്പമില്ല. 11 മണി വരെയും കഴിക്കാം. അപ്പൊ അത് നമ്മൾ നിരന്തരമായിട്ട് നിർബന്ധമായിട്ടും കഴിക്കുന്നു, അങ്ങനെ തന്നെ കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ജീവൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചു എന്ന് ആശ്വസിക്കാൻ വരട്ടെ. നമ്മൾ ഇതിനോട് മുളക് പൊടി ചേർത്തിട്ടുണ്ടോ? മുളകിനെ കൊന്ന് സൂക്ഷിച്ച സാധനമാണ്. അതിനെയാണ് ഇതിന്റെ കൂടെ പാചകം ചെയ്യാൻ ആഡ് ചെയ്തത്. അപ്പൊ അത് ഓൾറെഡി മരിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്, മഞ്ഞളിന്റെ ഒറിജിനൽ ഫോമിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മഞ്ഞൾ പൊടിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി ഉപയോഗിക്കുന്നത്, മുളക് പൊടി ഉപയോഗിക്കുന്നത്, മറ്റു മസാലപ്പൊടികൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എണ്ണ അതിന്റെ ജൈവ സ്വഭാവത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. ഇതുപോലെ സംസ്കരിച്ച മിക്കവാറും സാധനങ്ങളെല്ലാം തന്നെ ഈ വിധത്തില് ജൈവ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തി നിൽക്കുന്നതാണ്. അവയെ നമ്മൾ എത്രത്തോളം കൂട്ടിച്ചേർക്കുന്നു അത്രത്തോളം ആ വിഭവം സങ്കീർണമായി. അതിനെ പാചകം ചെയ്യുമ്പോൾ വീണ്ടും സങ്കീർണമായി, അത് മൃതമായി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വൈകി കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണ് ചെയ്യും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ദഹനശേഷി കുറഞ്ഞവർക്ക് ദഹിക്കാൻ
വലിയ ശേഷിയില്ല എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വലിയ ശേഷിയില്ലാത്ത ഒരാളുകളാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് മിതമായ രീതിയിൽ മറ്റേ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ വളരെ കഠിനമായ കാലാവസ്ഥയിലുള്ളവർ, ഹെവി ഹോട്ട് ക്ലൈമറ്റിലുള്ളവർ, അല്ലെങ്കിൽ വളരെ തണുത്ത കാലാവസ്ഥയിലുള്ളവർ, അവിടെയൊക്കെ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കും. അവിടെയുള്ളവർക്ക് അവിടെ, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ പാചകത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കേണ്ടതില്ല. അവിടെ പാചകം ചെയ്ത ഭക്ഷണം ചിലപ്പോൾ അനുയോജ്യമായിരിക്കും. ചിലതൊക്കെ പാചകം ചെയ്ത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മാംസം, മത്സ്യം തുടങ്ങിയ കാര്യങ്ങൾ പാചകം ചെയ്ത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പോ അത് മാത്രം കിട്ടുന്ന ഒരു ധ്രുവപ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ മീൻ പിടിച്ച് അതിനെ വേവിച്ചായിരിക്കും നമ്മൾ തിന്നുക. അപ്പൊ ആ സമയത്തും പാചകം ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം നമ്മൾ ഈ ഒരു സ്നോ ബിയർ ഒന്നുമല്ല പച്ചയ്ക്ക് അത് പിടിച്ച് തിന്നാൻ. നമുക്ക് നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം താങ്ങുകയില്ല, നമുക്ക് അത് രുചികരമായി തോന്നുകയുമില്ല. ഓക്കെ, അപ്പോ പാചകം ചെയ്ത ഭക്ഷണം ദഹനശേഷി കുറഞ്ഞവർക്കും കഠിനമായ കാലാവസ്ഥയുള്ളവർക്കുമാണ് അനുയോജ്യമായിട്ടുള്ളത്. ദഹനശേഷിക്കനുസരിച്ച് ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിപരമായ രീതിയിൽ. നമ്മുടെ ദഹനത്തിന്റെ ഒരു ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക. ഏറ്റവും നല്ലത് പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെയും നമ്മുടെ താല്പര്യത്തിന്റെയും നമ്മുടെ സംതൃപ്തിയുടെയും ഒക്കെ ഭാഗമായതുകൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം നമുക്ക് ദിവസത്തിൽ ഒരു തവണ കഴിക്കുകയും, പാചകം ചെയ്യാത്ത ഭക്ഷണം, ജീവനുള്ള ഭക്ഷണം, വിഭവങ്ങൾ കുറഞ്ഞ ഭക്ഷണം നമ്മൾ ദിവസത്തിന്റെ മറ്റൊരു സമയത്ത് കഴിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഇതിന്റെ ഇടനേരത്തോ ഇതിന് ശേഷം മുമ്പോ മറ്റൊന്നും കഴിക്കാതിരിക്കുന്നത് കൂടുതൽ ഉചിതം. അപ്പോ പാചകം എങ്ങനെയാണ് ദഹനത്തെ ബാധിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. നിങ്ങളുടെ പാചക രീതി, നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.